Hi all, welcome to Impulse Nursing Tutorial. എന്തിനാണ് പ്രതിരോധ കുത്തിവയ്പ്പ്? ഒരു രോഗത്തിനെതിരെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം ലഭിക്കുന്നതിനാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുമ്പോൾ സംഭവിക്കുക? ഒരു രോഗാണുവിനെ അതിൻ്റെ നിർവീര്യമായ അവസ്ഥയിലോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ അവസ്ഥയിലോ നമ്മുടെ ശരീരത്തെ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ഇതിനെതിരായി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്ത് നിലനിൽക്കുകയും പിന്നീട് ഈ രോഗാണു എൻ്റർ ചെയ്യുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് നമുക്ക് ഈ ഇൻഫെക്ഷൻ വീണ്ടും ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ വന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. വരികയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി മെയിൻ പോയിന്റിലോട്ട് വരാം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് 6, 10, 14 ആഴ്ചകളിൽ നൽകുന്ന പെൻഡാവാക് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ വളരെയധികം പെയിൻഫുൾ ആണ്. ഒപ്പം സിവിയർ ആയിട്ടുള്ള ഹൈ ഗ്രേഡിലുള്ള ഫീവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമാണ്. ഇങ്ങനെ പനിയും ദേഹവേദനയും ഒപ്പം ഇഞ്ചക്ഷൻ സൈറ്റിൽ ഉണ്ടാകുന്ന വേദനയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പെൻഡാവാക് ഗവൺമെൻറ് സെക്ടറിലാണ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം, എല്ലാവരും ഗവൺമെൻറ് സെക്ടറിൽ പോയിട്ട് ഈ ഇഞ്ചക്ഷൻ ഓപ്റ്റ് ചെയ്ത് വാങ്ങിക്കാറുണ്ട്. 6ാമത്തെ ആഴ്ച നൽകുന്ന ഈ പെൻഡാവാക്കിനൊപ്പം IPVയും PCVയും അങ്ങനെ 3 ഇഞ്ചക്ഷൻസ് ആണ് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഇനി പെയിൻലെസ് ആയിട്ടുള്ള വാക്സിൻ എന്ന് പറയുമ്പോൾ, പെയിൻലെസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടുള്ള പെയിൻലെസ്, ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈറ്റിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പെയിൻലെസ് എന്നല്ല. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നീഡിൽ കൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെയിൻ എന്തായാലും ഏത് വാക്സിൻ എടുത്താലും ഉണ്ടായിരിക്കും. അതേസമയം ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ ഉണ്ടാകുന്ന കട്ടുകഴപ്പ്, ബോഡി പെയിൻ, അതുപോലെ പനി, സിവിയർ ആയിട്ടുള്ള പനി, വിറയലോട് കൂടിയ പനി, ഈ പനിയൊക്കെ ഇല്ലാതെ തന്നെ വാക്സിൻസ് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ബുദ്ധിമുട്ട് മൂലം ഇത് ഫേസ് ചെയ്യാനുള്ള, കുഞ്ഞുങ്ങളുടെ നിർത്താതുള്ള കരച്ചിൽ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മൂലം പെയിൻലെസ് വാക്സിൻ ഓപ്റ്റ് ചെയ്യുന്നവരാണ് പേരൻസ് എല്ലാവരും. അങ്ങനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ അത്തരം ഒരു വാക്സിൻ അവൈലബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും അത്തരം ഒരു വാക്സിൻ അവൈലബിൾ ആണ്. അതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള EC6. ഈ EC6 വാക്സിനേഷനകത്ത് 6 വാക്സിൻസ് ആണ് നമുക്ക് കമ്പൈൻ ഫോമിൽ ലഭിക്കുക. പെൻഡാവാക്കിൽ 5 വാക്സിൻസ് കമ്പൈൻ ഫോമിൽ ലഭിക്കുമ്പോൾ EC6നകത്ത് 6 വാക്സിൻസ് ആണ് കമ്പൈൻ ഫോമിൽ കിട്ടുക. അതായത് പെൻഡാവാക്കിലുള്ള 5 വാക്സിൻസും അതോടൊപ്പം +1, അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോമൈലൈറ്റിസ് ട്രൈവാലന്റ് വാക്സിൻ, ദാറ്റ് ഈസ് IPV വാക്സിനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ 5 വാക്സിൻസ് പ്ലസ് IPV കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് EC6 ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 വാക്സിൻസ് ആണ്, 2 ഇഞ്ചക്ഷൻസ് ആണ് കിട്ടുക. അപ്പോൾ അവിടെ തന്നെ ഒരു ഇഞ്ചക്ഷൻ്റെ പെയിൻ നമുക്ക് മാറിക്കിട്ടുന്നു. 2 ഇഞ്ചക്ഷൻസ് ആണ് എടുക്കുക. ഈ ഇഞ്ചക്ഷൻസ്, ഇനി EC6ൻ്റെ പ്രത്യേകത, EC6 ഒരിക്കലും പെയിനോ ഫീവറോ ഉണ്ടാക്കുന്നില്ല. ചില കുഞ്ഞുങ്ങളിൽ മൈൽഡായിട്ടുള്ള ഫീവർ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ പീഡിയാട്രിഷ്യൻസ് 6 അവർലി നമ്മളോട് കുഞ്ഞുങ്ങൾക്ക് പാരസെറ്റാമോൾ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ പാരസെറ്റാമോൾ കറക്റ്റ് ഡോസിൽ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഈ മൈൽഡ് ഫീവറും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി ഇതേപോലെ തന്നെ പെയിൻലെസ് ലെവലിൽ അറിയപ്പെടുന്ന മറ്റൊരു വാക്സിൻ കൂടിയുണ്ട്, ഇൻഫാൻട്രിക്സ് ഹെക്സ. ഈ ഇൻഫാൻട്രിക്സ് ഹെക്സ എടുക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളിലും സിവിയർ ആയിട്ടുള്ള ഫീവർ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഓപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാം. ഈ ഒരു വാക്സിൻ പ്രീമച്വർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ ലങ്സിനും ഹാർട്ടിനും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഓപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അത്തരം കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് കരയിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വാക്സിൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി
നമ്മളിത് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സെക്ടറിൽ ലഭിക്കുന്ന ഈ വാക്സിൻ പ്രൈവറ്റ് സെക്ടറിൽ പോയിട്ട് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതായത് ടോട്ടൽ 6 വീക്കിൽ നമുക്ക് കിട്ടുന്നത് 3 വാക്സിൻസ് ആണ്. EC6, അതുപോലെ PCV ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിൻ, ഒപ്പം റോട്ട വൈറസ് വയറിളക്കത്തിനെതിരെ ഓറലി കൊടുക്കുന്ന തുള്ളിമരുന്നായിട്ടുള്ള റോട്ട വൈറസ് വാക്സിൻ. ഓക്കെ, ഈ 3 വാക്സിനേഷൻസിനും കൂടി ഒന്നിച്ച് നമുക്ക് പേയ്മെൻറ്റ് ആവുന്നത് 8,000 റുപ്പീസ് അടുത്താണ്. ഓക്കെ, ഇനി ഈ 8,000 റുപ്പീസ് മുടക്കുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. ഈ 8,000 റുപ്പീസ് മുടക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, 1, കുഞ്ഞുങ്ങൾക്ക് പെയിൻലെസ് ആണ്. 2, സിവിയർ ആയിട്ടുള്ള വിറയലോട് കൂടിയ പനി അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഈ പനി അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫീവർ കൂടിപ്പോയാൽ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ഫെബ്രൈൽ സീഷർ എന്ന് പറയും. ടെമ്പറേച്ചർ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഫിറ്റ്സ്, അതിനെയാണ് ഫെബ്രൈൽ സീഷർ എന്ന് പറയുക. ഈ ഒരു കണ്ടീഷൻ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തു പോകും. അതുകൊണ്ട് ഇത്തരമുള്ള വിറയലോട് കൂടിയ പനി അവോയ്ഡ് ചെയ്യുന്നതിനും അങ്ങനെ ഫിറ്റ്സ് പോലുള്ള കണ്ടീഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നതിനും ഒപ്പം ലങ്സിനും ഹാർട്ടിനും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാതിരിക്കാനും നമുക്ക് ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഇതിന് സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള, നോർമൽ വാക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഈ ഇഞ്ചക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഈ വാക്സിന് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, പെയിൻലെസ് വാക്സിനേഷനെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.